കപ്പ് വൻപയർ നന്നായി പച്ചമണം വിടുന്നത് വരയ്ക്കും ചട്ടിയിലിട്ട് എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ വറുത്തെടുക്കുക. ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം വൃത്തിയായി കഴുകിയെടുത്ത് അതൊരു കുക്കറിലേക്ക് ഇടുക. ഇനി ആ കൂട്ടത്തിലേക്ക് 2 പച്ചമുളക്, ഒരു പകുതി സവോള, 3-4 വെളുത്തുള്ളി അല്ലി, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. പിന്നീട് 1 കപ്പ് വെള്ളം അതുകൂടി ഒഴിച്ച് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നതുവരെ കൂടിയ തീയിലും ഒരു 7-8 വിസിൽ വരുന്നവരെ കുറഞ്ഞ തീയിലും വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഈ കറി വയ്ക്കാനായിട്ട് വൻപയർ തലേ ദിവസം തന്നെ വറുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇത് അപ്പം തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് കുക്കറിലിട്ട് ഇത്രയും സമയം വിസിലടുപ്പിക്കേണ്ടി വരുന്നത്. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കൊരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വയ്ക്കുക. പിന്നീട് 1/2 കപ്പ് നാളികേരത്തിലേക്ക് 1 നുള്ള് ജീരകം, 2 മണി കുരുമുളക് അതുകൂടിയിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വയ്ക്കുക. ഇതെല്ലാം റെഡിയാകുമ്പോഴേക്കും നമുക്ക് പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. എല്ലാം കൂടി നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ആ പുളി കലക്കിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തതിന് ശേഷം ആ പുളിയുടെ പച്ചമണം വിടുന്നതുവരെ 2 മിനിറ്റ് കുറഞ്ഞ തീയിൽ തിളപ്പിക്കുക. അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ച നാളികേരക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് കഴുകി അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞ തീയിൽ 2 മിനിറ്റ് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. താളിപ്പ് റെഡിയാക്കാനായി ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വന്നാലുടൻ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പകുതി സവാള, ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് മൂത്ത് വന്നാലുടൻ 2 വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി മുരിച്ചെടുത്തതിന് ശേഷം അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു വെള്ളപ്പയർ പുളി വൻപയർ കൊണ്ടൊരു പുളിക്കൂട്ടാൻ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ.